കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ആനയെ വനമേഖലയിലേക്ക് തുരത്താനുള്ള വനംവകുപ്പിന്റെ പരിശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആനയോ പോകുന്നതൊക്കെ ഈ ഓടിക്കയറുന്നതൊക്കെ വാഴത്തോപ്പാണ്. വാഴത്തോപ്പിലൂടെ ആണിപ്പോൾ ആനയെ കാട്ടിലേക്ക് തുരത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചൊക്കെയാണ് ആ ഭാഗത്തേക്ക് ഓടിച്ച് കയറ്റി വിടുന്നത്. ആന കിണറ്റിൽ നിന്ന് കര കയറി വനമേഖലയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചാണ് ആനയെ ആ ഭാഗത്ത് നിന്ന് ഒഴിവാക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കാനുള്ള പ്രത്യേക മുൻകരുതലുകളൊക്കെ വനംവകുപ്പും പോലീസും സ്വീകരിച്ചിരുന്നു. ഇത് കാണുന്നത് ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന ഒരു ഇടമാണ്. അവിടെ കൂടുതലും കർഷകരാണ്. കൃഷിയൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരാണ്. അവരുടെ കൃഷിയൊക്കെ തന്നെ ഈ വന്യമൃഗശല്യം സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ള അവരുടെ പരാതിയും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് കേട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരവും അവർ തേടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ 10 വയസ്സുള്ള ഈ കൊമ്പൻ സുരക്ഷിതമായി തന്നെ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കാട് കയറി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരു പ്രയാസങ്ങളൊന്നുമില്ലാതെ ആനയെ രക്ഷിക്കാൻ കഴിഞ്ഞു. ആനയ്ക്ക് പ്രത്യക്ഷത്തിൽ പരിക്കുകളൊന്നുമില്ല എന്നുള്ളതുമാണ് ലഭ്യമാകുന്ന വിവരം. ബിനിൽ, ആന 800 മീറ്റർ അകലെ വനഭൂമി എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്നത് പ്രദേശവാസികളൊക്കെ. ഈ അവിടേക്ക് ആ വനഭൂമിയിലേക്ക് എത്തിച്ചു ആനയെ? ആര്യ, ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്കാണ് കോട്ടപ്പാറ വനമേഖലയുള്ളത്. ആ കോട്ടപ്പാറ വനമേഖലയിലേക്കാണ് ഇപ്പോൾ ആന ഓടിപ്പോയത്. സാധാരണ ആനക്കൂട്ടം ഇങ്ങോട്ടേക്ക് ഈ കോട്ടപ്പടിയിലേക്ക് ഇറങ്ങി വരുന്നത് ഈ വനമേഖലയിൽ നിന്ന് തന്നെയാണ്. അതേ വഴിക്ക് തന്നെയാണ് ആന ഇപ്പോൾ ഓടി ആ കാട്ടിനുള്ളിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ചു ദൂരം റബ്ബർ കാടുകളാണ്. അതിനുശേഷമാണ് ആ വനമേഖല ആരംഭിക്കുന്നത്. 800 മീറ്ററോളം അകലെയാണ്. ആ ഭാഗത്തേക്ക് തന്നെയാണ് ഈ കാട്ടാന ഓടിപ്പോയിരിക്കുന്നത്. അവിടെ വലിയ കാട്ടാനക്കൂട്ടമൊക്കെ എപ്പോഴും ഉണ്ടാകാറുള്ളൊരു സ്ഥലമാണ്. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും അധികം കാട്ടാനകളെ കാണുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആനകൾ എത്തുന്നൊരു മേഖല കൂടിയാണിത്. അങ്ങോട്ടേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ കൊമ്പനും ഓടി കയറിയിരിക്കുന്നത്. സ്ഥിരമായി ഇവിടെ വരുന്ന കാട്ടാന തന്നെയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ സ്ഥലത്തെത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പോകുന്ന ആ കൊമ്പനാനയാണ് ഇപ്പോൾ ഈ കിണറ്റിൽ വീണ് അവിടെ നിന്ന് കരയ്ക്ക് കയറ്റി വിട്ടിരിക്കുന്നത്. സാധാരണ ആനകൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ആ വഴിക്ക് പിന്നെ അടുത്തൊന്നും വരുന്ന ഒരു ശീലമില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ദിവസങ്ങളിലൊന്നും ഈ ആന എത്തി ഇവിടെ വലിയ ശല്യങ്ങൾ ഉണ്ടാക്കില്ല എന്നൊരു പ്രതീക്ഷ നാട്ടുകാർക്കുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഈ കാട്ടാനെ ഇവിടെ നിന്ന് കയറ്റി വിടാൻ കഴിഞ്ഞത്. അത്രമാത്രം അവർ പൊറുതിമുട്ടിയിരിക്കുന്നു ഈ നാട്ടുകാർ എന്ന് വേണമെങ്കിൽ പറയാം. വർഷങ്ങൾ നീണ്ട അവരുടെ പരാതിയാണ്. ആ പരാതിയുടെ പരിഹാരമായിട്ടാണ് ഈ കോട്ടപ്പടി പഞ്ചായത്തിൽ ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്തിലാണ് ഫെൻസിങ് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ ആ നിർമ്മാണ പ്രവൃത്തികൾ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഭരണകക്ഷി MLAക്ക് തന്നെ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി എത്തുകയും ജില്ലാ കളക്ടറെ ഇവിടെ വിളിച്ചു വരുത്തി ജില്ലാ കളക്ടറെ കൊണ്ടൊരു ഉറപ്പ് പറയിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരാൻ പോവുകയാണ്. ജനങ്ങൾക്കെല്ലാം വലിയ പ്രതിഷേധമാണ്. പ്രത്യേകിച്ച് ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗം ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷി തന്നെയാണ്. ആ കൃഷി വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു എന്നതാണ് അവരുടെ പരാതി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ജനങ്ങൾക്കൊപ്പം നിന്നില്ല എങ്കിൽ അവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഭരണകക്ഷി MLAക്ക് പോലും ഇവിടെ എത്തി ഈ ആനയെ കയറ്റിവിടുന്നത് തടഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടറെ ഇങ്ങോട്ട് എത്തിക്കേണ്ടി വന്നു. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നത് ഈ സർക്കാരിൻ്റെ പല പദ്ധതികളും എന്തുകൊണ്ട് താളം തെറ്റുന്നു, അത് കൃത്യമായി സമയബന്ധിതമായി നടപ്പാക്കുന്നില്ല. അതിന് ജനപ്രതിനിധികൾക്കും ഉത്തരവാദിത്വമുണ്ട്, ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗമാണ്. അവർ നിത്യവും ഈ കൃഷി ജോലികളിലൂടെയൊക്കെയാണ് ഭൂരിപക്ഷം പേരും അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേടുന്നത്. അതിന് വലിയ തടസ്സമാണ് ഈ ആന ഉണ്ടാക്കുന്നത്. വലിയ രീതിയിൽ കൃഷി നശിപ്പിക്കുന്നു. ആന മാത്രമല്ല, കാട്ടുപന്നിയും മറ്റ് വന്യമൃഗങ്ങളും ഒക്കെ തന്നെ കടന്നു വന്ന് അവരുടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു എന്ന പരാതിയാണ് അവർക്കുള്ളത്. ആ പരാതിക്കിടയിലാണ് കാട്ടാന കിണറ്റിൽ വീണ ഒരു സംഭവം കൂടി വന്നത്. അപ്പോൾ അവർ അവരുടെ പ്രതിഷേധം ഉയർത്തി. ആ പ്രതിഷേധത്തിലൂടെ അവരുടെ ദീർഘകാല ആവശ്യം നേടിയെടുക്കാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ആര്യ.